ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിത്യയുടെയും ഹരിയുടെയും കല്യാണം കഴിഞ്ഞ് അവർ ഹരിയുടെ വീട്ടിലേക്ക് എത്തി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, തെറ്റാണ് ചെയ്തതെന്നറിയാം, പക്ഷേ വീണ ആത്മഹത്യ ചെയ്യാതിരിക്കാനും കുട്ടികളെ സമാധാനപ്പെടുത്താനും വേറെ മാർഗമൊന്നുമില്ലാതായിപ്പോയി എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് നിത്യ. ഭഗവാനെ, കല്യാണിയുടെ അമ്മയായി എൻ്റെ ജീവിതത്തിൽ നിത്യ ഉണ്ടാകണം, നിത്യയുടെ മനസ്സിൽ അത് തോന്നിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഹരി. ഈ സമയം ഇപ്പോൾ ജീവൻ സുജാതയുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുകയും കഥകൾ തട്ടി ജ്യോതിയെ വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ കഥ കടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ വീണ നിത്യയെ കണ്ട് വളരെ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, കല്യാണിക്ക് അവളുടെ അമ്മയെ തിരിച്ചു കൊടുക്കുമെന്നല്ലേ നീ വെല്ലുവിളിച്ചത്? കല്യാണിയുടെ അമ്മ ഞാനല്ലേ, പിന്നെ നീ എന്തിനാ കല്യാണം കഴിച്ചത് എന്ന് നിത്യയോട് ചോദിക്കുന്നു. വീണ എന്തൊക്കെയാ പറയുന്നേ? ഞാനും ഹരിയും തമ്മിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ വീണ ആത്മഹത്യ ചെയ്യുമെന്നല്ലേ പറഞ്ഞത് എന്ന് നിത്യ ചോദിക്കുന്നു. ഉടനെ വീണ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നീ പറഞ്ഞതെന്ന്. എടി, നിത്യ പറഞ്ഞത് സത്യമാ. ഞാനും നിത്യയും തമ്മിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന് നീയല്ലേ അമ്മാവനോട് പറഞ്ഞത് എന്ന് ഹരി പറയുമ്പോൾ വീണ വളരെ ദേഷ്യത്തോടെ അമ്മാവനെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ? അത് കൊള്ളാമല്ലോ. ഹരിയും നിത്യയും കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? എന്താ തലതാഴ്ത്തി നിൽക്കുന്നേ? എല്ലാവരും കേൾക്കട്ടെ. നിങ്ങളോട് ഞാൻ അങ്ങനെയൊരു കാര്യം പറഞ്ഞിരുന്നോ എന്ന് ദേഷ്യത്തോടെ അമ്മാവനോട് ചോദിക്കുകയാണ് വീണ. അമ്മാവൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇവളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നോ എന്ന് ഹരിയും ചോദിക്കുന്നു. അതെ, നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് അവൾ പറഞ്ഞത് എന്ന് അമ്മാവൻ പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഞാൻ കള്ളം പറഞ്ഞതാ എന്നും അമ്മാവൻ പറയുന്നു. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. ഇതാ എൻ്റെ അച്ഛൻ. ഈ നിൽക്കുന്ന എല്ലാവരെയും ഒരുപോലെ പറ്റിച്ച ഈ മനുഷ്യനെയാണ് ഞാൻ സ്നേഹിക്കേണ്ടതും അച്ഛ എന്ന് വിളിക്കേണ്ടതും. ഇനിയൊരു വെല്ലുവിളി ഉണ്ടല്ലോ, എന്നെ ഇവിടുന്ന് പുറത്താക്കി കളയുമെന്ന്. അങ്ങനെയൊന്ന് ചെയ്തു നോക്ക്, അപ്പോൾ കാണാം വീണയുടെ തനി സ്വഭാവം എന്താന്ന്. ജീവിച്ചിരിക്കുന്ന ഭാര്യയുടെ വിവാഹ ആശംസ കിട്ടുന്നത് ചെറിയൊരു കാര്യമല്ല ഹരിയേട്ടാ. നന്നായിരിക്കട്ടെ, എല്ലാം നന്നായിട്ട് നടത്തി തരാൻ ഞാൻ നോക്കാം. നാണം കെട്ടൊരു കുടുംബവും അന്തസ്സില്ലാത്തൊരു കല്യാണവും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പോവുകയാണ് വീണ. ഈ സമയം ജീവൻ അവിടെയെല്ലാം കിടന്ന് അമ്മ എന്ന് പറഞ്ഞ് സുജാതയെ വിളിക്കുന്നുണ്ട്. എന്നെ ചതിക്കാൻ അമ്മാവൻ എങ്ങനെ തോന്നി? എന്നെ മാത്രമല്ലല്ലോ, ഈ നിൽക്കുന്ന എല്ലാവരെയും ചതിക്കുമായിരുന്നില്ലേ എന്ന് നിത്യ ചോദിക്കുമ്പോൾ അമ്മാവൻ വളരെ വിഷമത്തോടെ നിത്യയോട് പറയുന്നുണ്ട്, മോൾ എന്നോട് പൊറുക്കണം. ഹരിയുടെ കൂടെ ജീവിച്ച ഭാര്യയെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയവളില്ലേ, അവൾ കല്യാണിയുടെ അമ്മയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ആ കുഞ്ഞിനോട് എന്തെങ്കിലും സ്നേഹമുണ്ടെന്ന് മോൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അവളുടെ ഉള്ളിൽ സ്വത്ത് കിട്ടണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവൾക്ക് വേണ്ടി ജീവിതം ഇല്ലാതാക്കിയവനാണിവൻ. ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന് തോന്നി എന്നൊക്കെ അവൻ പറയുന്നു. അമ്മ ഏത് ദുരന്തത്തിൽ നിന്നാണോ എന്നെ രക്ഷിച്ചത്? എന്തിൻ്റെ നടുവിലായി ഇപ്പോൾ എന്നെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ നിത്യ സുജാതയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മോളെ, ഇനി കുഞ്ഞുങ്ങളൊരു പ്രശ്നമുണ്ടാക്കില്ല. അവർ മനസ്സ് നിറഞ്ഞാ നിങ്ങളെ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അവരുടെ മുന്നിൽ ഈ കളി തുടരാം. അതേ അമ്മാവന് പറയാനുള്ളൂ എന്ന് അവൻ പറയുന്നു. അമ്മ വാ, നമുക്ക് വീട്ടിൽ പോകാം. എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ നിത്യ സുജാതയോട് പറയുന്നുണ്ട്. ആ സമയം അവിടേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആദ്യം കല്യാണിയും വരുന്നുണ്ട്. ഒരു സർപ്രൈസും കൂടി ബാക്കിയുണ്ടെന്ന് അവർ പറയുന്നു. എന്ത് സർപ്രൈസ് എന്ന് നിത്യ ചോദിക്കുന്നു. അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ ഒരു കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മണവാളനും മണവാട്ടിയും കേക്ക് മുറിക്കണമെന്ന് കല്യാണി പറയുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും നിത്യയ്ക്ക് ആ സന്തോഷമൊന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് കേക്ക് മുറിക്കുന്നു. എല്ലാവരും നല്ല സന്തോഷത്തോടെ കൈയടിക്കുന്നു. ഇനി അച്ഛൻ ടീച്ചറിനും ടീച്ചർ അച്ഛനും കേക്ക് കൊടുക്കണമെന്ന് കല്യാണി പറയുന്നു. കുട്ടികളുടെ നിർബന്ധപ്രകാരം അവർ കേക്ക് എടുത്ത് പരസ്പരം കൊടുക്കുന്നുണ്ട്. കുട്ടികൾ ഇത് കണ്ട് കൈയടിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛനും അമ്മയുമായി എന്ന് ആദി പറയുന്നു. വീണ വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം ജീവനെയും കാണിക്കുന്നു. ജീവൻ ഇപ്പോൾ ഫോൺ എടുത്ത് സുജാതയെ വിളിക്കുന്നുണ്ട്. കോൾ കണ്ട് സുജാത വളരെ ടെൻഷനോടെ പുറത്തേക്ക് പോകുന്നു. അമ്മ, ഇതെവിടെയാ? ഞാൻ ദേ ഈ വീടിൻ്റെ വാതിക്കലുണ്ടെന്ന് ജീവൻ പറയുന്നു. വീടിൻ്റെ വാതിക്കലോ എന്ന് ടെൻഷനോടെ സുജാത വിചാരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് സുജാത അവിടേക്ക് ചെല്ലുമ്പോൾ ജീവൻ അവിടെ ഇരിക്കുന്നത് കാണുന്നു. അമ്മ, ഹരിസാറിൻ്റെ വീട്ടിലായിരുന്നോ? വീട്ടിൽ ആരുമില്ലേ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട്, അത് ഹരിയുടെ കല്യാണത്തിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു എന്ന്. ഞാൻ അങ്ങനെ ഒരാളെ അവിടെ കണ്ടിട്ടില്ലല്ലോ. പലതവണ ഹരിസാറിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് എന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, അത് അവർക്ക് ജോലിയുണ്ട്, അതുകൊണ്ടായിരിക്കും കാണാത്തത് എന്ന്.
എന്നാലും അതല്ലല്ലോ എന്ന് ജീവൻ പറയുമ്പോൾ സുജാത നിന്ന് വിയർക്കുന്നത് തൊട്ടു നോക്കിയിട്ട് പറയുന്നുണ്ട്. അമ്മ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റിയെന്ന്. ഒന്നുമില്ല, അതവിടെ എല്ലാവരും കൂടി നിൽക്കുമായിരുന്നല്ലോ, അതായിരിക്കും എന്ന് സുജാത പറയുന്നു. ഇപ്പോൾ അമ്മാവൻ പറഞ്ഞിട്ട് നിത്യ ചായ ഇടാൻ പോകുന്നുണ്ട്. സുജാത ജീവനോട് പറയുന്നുണ്ട്, നമുക്ക് അകത്ത് കയറി ഇരിക്കാമെന്ന്. അപ്പോൾ ജീവൻ പറയുന്നു, ഇന്ന് ഹരിസാറിൻ്റെ ആനിവേഴ്സറി ആയിട്ട് എങ്ങനെയാമ്മേ ഒന്ന് വിഷ് ചെയ്യാതിരിക്കുന്നേ, ഞാനൊന്ന് വിഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ജീവൻ അവിടേക്ക് പോകുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് സുജാത. ഹരിയെ കണ്ടപാടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ജീവൻ. ഹരി ജീവനെ കണ്ടതും വളരെ സന്തോഷത്തോടെ ജീവനെ വിളിക്കുന്നു. അപ്പോൾ അവിടേക്ക് സുജാതയും വരുന്നു. ആൻറ്റി, ഇവൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ? സാധാരണ സെയിലിങ്ങിന് ഒരാൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ട് കളയും. പക്ഷെ ജീവൻ നേരെ തിരിച്ചാ കേട്ടോ. അതുവഴി നല്ലൊരു ബന്ധമുണ്ടാക്കും, നല്ല സുഹൃത്തിനെ പോലെ തോന്നും എന്നൊക്കെ ഹരി പറയുമ്പോൾ ജീവൻ സുജാതയെ നോക്കുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.